ജലാശയങ്ങളിലും കോളിഫോം ബാക്ടീരിയ കലർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ശുദ്ധജലമല്ല. 44 നദികൾ സമൃദ്ധമായി ഒഴുകിയിരുന്ന കേരളത്തിലെ, ജലസമൃദ്ധമായ കേരളത്തിലെ ജലാശയങ്ങളിൽ 80% മലിനീകരിച്ച മലിനജലമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കോളിഫോം ബാക്ടീരിയ കലരുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥമല്ല, കക്കൂസ് മാലിന്യം ഈ ജലാശയങ്ങളിലേക്ക് കലരുന്നു എന്ന്. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ എത്ര വലിയൊരു ക്ലാസ്സാണെന്ന് നോക്കണം. വിദേശ രാജ്യങ്ങളിലാണ്. നമുക്ക് വിദേശീയർ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ഭഗവത്ഗീത ഇപ്പോൾ ആളുകൾ പഠിക്കാൻ തുടങ്ങിയത് വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഭഗവത്ഗീതയെ കുറിച്ച് പഠനം നടക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ ഒരു ഗണപതിയുടെ, ഞാൻ ഗണപതിയുടെ സങ്കല്പത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഗണപതിയുടെ മാനേജ്മെന്റ് ഗുരു എന്ന് പറഞ്ഞുകൊണ്ട് ഗണപതിയുടെ ഓരോ രൂപഭാവമുണ്ടോ എന്നിങ്ങനെ ശ്രമിക്കുകയാണ് ആന. കാരണം ആന ജീവിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഉത്സവം നടക്കുന്ന സ്ഥലങ്ങളിലല്ല, അല്ലെങ്കിൽ പൂരം നടക്കുന്ന സ്ഥലങ്ങളിലല്ല ആനയുടെ വാസസ്ഥലം. ആനയുടെ വാസസ്ഥലം കൊടുങ്കാടാണ്. അല്ലെ, ഈ ചെവികളെ കേട്ട് ഈ അതിനെ മാത്രമേ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ഇപ്പുറത്തെ ചെവികളെ പറഞ്ഞു വിട്ടേക്കണം. അത് സ്റ്റോർ ചെയ്യാനേ പാടില്ല. ഇന്ദ്രിയങ്ങളെ കൊണ്ടുകളയുക എന്നുള്ളത്. ഇന്ദ്രിയങ്ങളുടെ ഇഷ്ടത്തിന് വിടാതെ ഒറോപ്പാറ അമ്പലത്തിന്റെ പാറഭാഗമാണ് ഈ കാണുന്നതൊക്കെ. ആനയുടെ തുമ്പിക്കൈക്ക് അല്ലെങ്കിൽ ഗണപതിയുടെ തുമ്പിക്കൈക്ക് ആന നടക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുക. ആന നടക്കുമ്പോൾ ഇനിയാണെങ്കിൽ ശ്രദ്ധിക്കാത്ത ആളുകൾ ഇനി ഉത്സവത്തിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ആന അതിനകത്തെവിടെയെങ്കിലും വരുമ്പോൾ ആനയെ ഒന്ന് നിരീക്ഷിച്ചു നോക്കുക. ആന ഇങ്ങനെ നടക്കുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് തുമ്പിക്കൈ കൊണ്ട് നിലത്ത് തട്ടി നടക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്കുക. കാരണം ഈ ആനയുടെ ഏതോ ഒരു ബുദ്ധിമുട്ട് ഈ തൊടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുപ്പിക്കൈ ഉയർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് ഇവൻ ഈ മുന്നിലുള്ള കുഴിയെ കുറിച്ച് ഓർക്കുന്നു. അപ്പൊ അവന്റെ മനസ്സിലേക്ക് ഒറ്റ ചിന്ത വരുള്ളൂ, എങ്ങനെയെങ്കിലും ഈ ബിരിയാണി ഒന്ന് തുടരണം. അപ്പൊ നമ്മുടെ മുന്നിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മാനേജ്മെന്റ് കളി നടത്തുന്ന MBA പഠിക്കുന്ന കുട്ടികൾക്ക് വിദേശ യൂണിവേഴ്സിറ്റിയിൽ ഗണപതിയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഗണപതിയുടെ മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കാതെ പരാജയ ഭീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു രീതി നമ്മുടെ പലപ്പോഴും. അപ്പൊ അത് ഞാൻ ലോകങ്ങളെല്ലാം പക്ഷേ തൊടുപുഴ ടൗൺ പറഞ്ഞുകൊണ്ടേ
ഭീമാകാരനായ കഥയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയ്ക്ക് ഒരു അമ്പഴങ്ങയുടെ അത്രയും വലിപ്പം പോലും ഇല്ലാത്ത കണ്ണുകളാണ്. പുറവശത്താണോ? ആ ഫ്രണ്ടിലാണോ? ആ ഒരു 10-15 മിനിറ്റ് വന്ന കേട്ടോ. കൊച്ചൊന്ന് പുറയിലോട്ട് പോവാ കേട്ടോ. അവന് അവൻ വന്നിട്ടേ ഞാനത് ഫേസ്ബുക്കിൽ കണ്ടിട്ട് മാറിയിട്ടാണ്. അപ്പൊ എനിക്ക് വനവാസത്തിന് പോവുകയാണ്, 14 വർഷത്തേക്ക് കാട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അമ്മയുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോഴാണ് അന്നത്തെ സഹചാരിയായ ലക്ഷ്മണകുമാരൻ അറിയുന്നത് ജ്യേഷ്ഠൻ നാളെ രാവിലെ ഒരു സാധായ ഒരു മസാല ഞങ്ങളിത് ഇപ്പറേന്ന് ഞാനിത് ചെയ്ത് ആയിട്ട് നിനക്ക് ഇതേപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നതാണ്. ക്രോധാകാരനായി നിൽക്കുന്ന ഒരാളെ ഇന്ദ്രയാണ് നമുക്ക് സാന്ത്വന ഭാവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അവനെ ആറ്റുവായിട്ട് മുടങ്ങുകയാണ്. ഒരാളെ എങ്ങനെയാണ് കർമ്മോത്സവനാക്കാൻ പറ്റുന്നത്? അങ്ങനെ കർമ്മോത്സവനാക്കി മാറ്റുകയാണ് ഭഗവത്ഗീതയിലൂടെ ഈ കർമ്മോത്സവമാണ് ഭഗവത്ഗീതയുടെ പോലും കേന്ദ്രീകരിച്ചുള്ള തളമ്പയും തത്വത്തിലിന്റെ പോലെയുള്ള വലിയ യൂണിവേഴ്സിറ്റി. അത് പറയുന്നത് ആ ഗ്രന്ഥശേഖരങ്ങൾ കർമ്മിക്കും. അതിനകത്തുനിന്ന് വളരെ പ്രധാനപ്പെട്ടവരെയൊക്കെ ഇവിടെ അടിച്ചുമാറ്റി കൊണ്ടുപോകുന്നു. പിന്നീടാണ് മാക്സിമുള്ളവരെ പോലെയുള്ള വിദേശ ഉള്ളിലേക്ക് തന്നെ വൈറ്റമിൻ ഡി ഉണ്ടാകും. പക്ഷെ നമ്മള് പലപ്പോഴും സൂര്യനെ കാണാറില്ല. അത് രാവിലെ മിക്കവാറും സൂര്യനെ കാണാറില്ല. സൂര്യൻ ഒഴിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സംഭവം നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ സൂര്യന്റെ നമ്മൾ അതുകൊണ്ടാണ് സൂര്യനെ ഈശ്വരനായി കണ്ടുകൊണ്ട് ആദിത്യ ഭഗവാനായി കണ്ടുകൊണ്ട് ഈ ആദിത്യ ഭഗവാന്റെ ശക്തി എന്ന് പറയുന്നത് രാമായണത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അഗസ്ത്യമുനി വന്നിട്ട് ശ്രീരാമചന്ദ്രനോട് പറയുകയാണ്, അങ്ങക്ക് കുറച്ചുകൂടി ശക്തി ആർജിക്കേണ്ടിയിരിക്കുന്നു. ആ ശക്തി ആർജിക്കണമെങ്കിൽ അങ്ങ് ആദിത്യ ഹൃദയം ഒന്നായിക്കൊള്ളണം. ായിക്കൊണ്ട് ശ്രീരാമചന്ദ്രൻ പിറ്റേ ദിവസം രാവണനെ അപ്പൊ അത്രയ്ക്ക് വലിയ ശക്തിയാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ ശക്തി സ്രോതസ്സുകളും ഭാഗമായിട്ടാണ് വനങ്ങൾ സംരക്ഷിക്കണമെന്ന് നമ്മൾ ചിന്തിച്ചതും നമ്മൾ പണ്ട് കാലങ്ങളിൽ പിടിച്ച് കൃഷി ചെയ്യാനും മറ്റും മനുഷ്യൻ തയ്യാറായപ്പോൾ കുറച്ചു ഭാഗം അവിടെ മാറ്റി. ആ മാറ്റിയിട്ട് ആ പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങളുമായി നമ്മൾ ഒരു കോപ്പകമ്പത്തിൽ കാണാത്തതായി ഒന്നും നമ്മുടെ മുന്നിലില്ല. അവസാനം നമ്മൾ പറയുന്നതാണ് നമ്മൾ അദ്വൈത സിദ്ധാന്തത്തിലേക്ക് വരുമ്പോൾ നീയും ഞാനും ഈശ്വരനാണ്, ഇതിലും കൂടി വരുന്നത് ഈ ഈശ്വര ചൈതന്യമാണ് എന്ന് പറയും.
ആ ഈശ്വര ചൈതന്യത്തെയാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് വന്നപ്പോൾ ഓരോന്നിനും കൃത്യമായ സ്ഥലവും സമയവും അതിന്റെ ആകൃതിയും അതിന്റെ വലിപ്പവും അതെങ്ങനെയാണ് ചലിക്കേണ്ടതുമെന്നൊക്കെ കൃത്യമായി നിയതമായി നടത്തുന്നേ ഉള്ളൂ. ചന്ദ്രനിൽ മാത്രമാണ് മനുഷ്യൻ കാലുകുത്തി എന്ന് പറയുന്നത്. ബാക്കി സ്ഥലങ്ങളിലേക്കുള്ള എത്താനുള്ള ക്രമങ്ങൾ മാത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രം ഇത്രയധികം വികസിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഭൂമിയുടെ കാര്യമെടുത്താൽ ഭൂമി ഇന്ന സ്ഥലത്ത് പോയി നിൽക്കുന്നത് ഇപ്പോൾ ഭൂമുഖത്ത് ജീവൻ നിലനിൽക്കുന്ന സ്ഥലം ഭൂമിയാണെന്നാണ് വൈദ്യം. ഇനി ഏറ്റവും ചെറിയ വസ്തു എന്ന് പറയുന്നത് പരമാണുവാണ്. പരമാണു എന്ന് പറഞ്ഞാൽ ആറ്റം എന്ന് പറയും. ഈ ആറ്റം എന്ന് പറയുന്നത് ഒരു വസ്തുവിലെ ഏറ്റവും ചെറിയ കണികയാണ്. ആ കണികയ്ക്കുള്ളിൽ ന്യൂട്രോണുകളുണ്ട്, പ്രോട്ടോണുകളുണ്ട്, ഇലക്ട്രോണുകളുണ്ട്, അതിന് ന്യൂക്ലിയസ് ഉണ്ട്. അതിനുള്ളിൽ ഇലക്ട്രോണുകളും ന്യൂട്രോണും തമിഴ്നാട്ടിൽ ഏതാണ്ട് 4 ലക്ഷത്തോളം ക്ഷേത്രങ്ങളുണ്ടെന്നാണ്. അതിലെല്ലാ ക്ഷേത്രങ്ങളും തന്നെ 1000-ലധികം വർഷക്കാലത്തെ പഴക്കമുള്ള ക്ഷേത്രങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ക്ഷേത്ര നിർമ്മിതിയിലൂടെ ആ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചപ്പോൾ ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ട് 5 രീതിയിലുള്ള ശാസ്ത്രങ്ങളുടെ ഒരു സമന്വയമാണ്. തന്ത്രശാസ്ത്രവും ഗണിതങ്ങൾ അതിനൊക്കെ ഒരു പരിഹാര കേന്ദ്രമായിട്ട് അവിടെ ഒന്നിങ്ങനെ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പരിഹാര കേന്ദ്രമാകുകയില്ല. ക്ഷേത്രങ്ങളുടെ ഉള്ളിൽ കയറുമ്പോൾ മാത്രം ഈശ്വര ചിന്ത ഉണ്ടായാൽ പോരാ. അത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് പ്രദക്ഷിണം വെച്ച് ദർശനം കഴിഞ്ഞ് വഴിപാട് നടത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ആ ക്ഷേത്രത്തിനുള്ളിൽ കയറിയപ്പോൾ നമ്മുടെ മനസ്സ് എത്രമാത്രം നിർമ്മലമായിരുന്നുവോ അതേപോലെ നിർമ്മലമായ മനസ്സുമായിട്ട് വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് വരുന്നത് നമുക്ക് വലിയ വിവാദങ്ങളിലേക്ക് പോയ കാര്യമാണ്. അത്ഭുത ബ്രഹ്മചാരികളായിട്ടുള്ള അയ്യപ്പന്റെ സന്നിധിയിലേക്ക് പോകുവാൻ സ്ത്രീകളിൽ 10 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് പ്രവേശനം അവിടെ ഇല്ല. നമ്മുടെ ഏതെങ്കിലും സ്ത്രീകൾ വിശ്വാസികളായ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗവും ആ സമയത്ത് പോകണം, ശബരിമലയ്ക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതൊരു ആരാധനാക്രമത്തിന്റെ ലോകത്തില് ഈ ഒരു കാലം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ മഹാബലിയുടെ യാഗം നടക്കുന്നത്. നർമ്മദാ നദിക്ക് ഇപ്പുറത്തേക്കുള്ള ഭാഗമാണ് കടലാണ് എന്ന് പറഞ്ഞാൽ കേരളം എന്ന രൂപീകരണമായിട്ടില്ല. കേരളം എന്നുള്ള ഭൂപ്രദേശങ്ങളുമായി വന്നിട്ടില്ല. ആ സമയത്താണ് ഭാഗവത പ്രകാരം യജ്ഞസ്ഥലിയിൽ വെച്ച് ഈ യാഗം നടക്കുന്നതും അവിടെ വാമനൻ വരുന്നതും. വാമനൻ വന്നിട്ട് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി പറയുന്നത് എങ്ങോട്ട് പാതാളത്തിലേക്ക് വിട്ടു എന്നാണ് പറയുന്നത്. പാതാളത്തിലേക്ക് വിട്ട മഹാബലിക്ക് ഒരു ഓപ്ഷൻ കൊടുത്തു. നിങ്ങൾക്ക് എല്ലാ വർഷവും 10 ദിവസക്കാലം കേരളത്തിൽ വന്ന് ആൾക്കാരെയൊക്കെ കണ്ടുപോകാനുള്ള അവസരം കൊടുക്കുന്നത്. എന്നൊരു വിരോധാഭാസമാണെന്ന് അദ്ദേഹത്തെ അടുത്ത ഇന്ദ്രനായിട്ടാണ് അവിടെ മാറ്റപ്പെടുന്നത്. അതുവരെ അദ്ദേഹത്തിന് പാതാള ലോകത്ത് ജീവിക്കാനാണ്, സ്വർലോകത്താണ്, പാതാള ലോകമല്ല, സ്വർലോകത്ത് ജീവിക്കാനുള്ള അവസരമാണ് മഹാവിഷ്ണു തന്നത്. അവിടെ ചാണകം മെഴുകി അതിന് നടുക്ക് ഒരു ഉരുള ഉരുട്ടി, ഒരു ചാണകം കൊണ്ടോ അല്ലെങ്കിൽ മണ്ണ് കൊണ്ടോ ഉരുട്ടിയിട്ട് അതിനൊരു തുളസിക്കതിര് പകർന്നു കൊടുക്കാൻ പറ്റുന്നില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രക്ഷിതാക്കളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായി വരുമ്പോഴേ തന്നെ ആ മൂടിക്കെട്ടി എന്നുള്ളത് നമ്മൾ ഒരു സിംബോളിക്കായിട്ട് കാണേണ്ടതിനെ കാണാതെ എത്രയോ ജന്മങ്ങളും കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യവുമില്ല. ഗാന്ധാരി തന്റെ മക്കൾ അധാർമികമായ പ്രവൃത്തിയിലൂടെ ഗൗരവ സഭയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അരുത് ശാസന എന്ന് ഗാന്ധാരി പറഞ്ഞു. അപ്പോൾ ധാർമ്മികമായ പ്രവൃത്തികൾ അവിടെ നടക്കുമ്പോൾ കണ്ണും കൂട്ടിയിരുന്നിട്ട് അവസാനം യുദ്ധത്തിൽ പോകുന്ന സമയമായപ്പോൾ തന്റെ മക്കൾക്ക് അനുഗ്രഹം കൊടുക്കാൻ നീതി വരണം എന്ന് പറയാനുള്ള മനസ്സ് ആ 101 ഋഷുകളുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ളവരിങ്ങനെ അവരുടെ കബന്ധങ്ങൾ ഒരു ക്ഷേത്ര ഭൂമിയിൽ രക്തം വാർന്ന് കഴുകൻ പൊട്ടി വലിച്ചു കിടക്കുന്ന കാഴ്ച കണ്ട് പൊട്ടിക്കറിഞ്ഞ ഒരു മാതാവാണ് ഗാന്ധാരി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മുടെ അമ്മമാരോട് എനിക്ക് പറയാനോ, കൗരവ സഭയിൽ നിന്നും കുന്തിദേവി പോകാൻ വേണ്ടി മക്കളുടെ കൂടെ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അത്രയും നേരം നിശബ്ദനായിരുന്ന ഭീഷ്മ പിതാമഹൻ പറഞ്ഞു, കുന്തിദേവി പോകേണ്ടതില്ല,
പാണ്ഡുവിന്റെ പട്ടമഹിഷിയായ കുന്തിദേവിക്ക് ഈ കൊട്ടാരത്തിൽ രാജ്ഞിയായി തന്നെ ജീവിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മാസന പദ്ധതികളിലൂടെ നമ്മൾ ഒരുമിച്ച് ചേരുമ്പോഴാണെങ്കിലും ഈ ഒരു ചിന്തയിലൂടെ അവരെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇത്രയും നേരം ശ്രമിച്ച നിങ്ങൾക്ക് ഓരോരുത്തരുടെയും പാതാരങ്ങൾ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എന്നെ ഈ ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി ഈ വേദിയിൽ വരുവാനുള്ള അവസരം നൽകിയ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾക്കുള്ള ഹൃദയപൂർവമായ നന്ദി. ഹരഹരോ ഹര. വളരെ വിജ്ഞാനപ്രദവും ആത്മീയവുമായ കാര്യങ്ങൾ കഴിഞ്ഞ 1 മണിക്കൂർ കടന്നുപോയി നമ്മൾ അറിഞ്ഞില്ല. അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം കറക്റ്റ് റൗണ്ട് കറക്റ്റ് റൗണ്ട്
നിങ്ങൾ കിണ്ടികിണങ്ങളുടെ പുറം വെടുപ്പാക്കാൻ മാത്രം പോരല്ലോ, അകവും വെടുപ്പായിരിക്കണ്ടേ. വെള്ളപൂശ ശവക്കലറകളെ പോലെ ആകരുത്, അകം ചീഞ്ഞു നാറരുത്. മഹത്തായ ആദർശങ്ങൾ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിച്ചില്ലെങ്കിൽ, ആദർശവും ജീവിതവും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള ബന്ധമേ ഉള്ളെങ്കിൽ അത്തരം ആദർശങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ലെന്ന് വേണം പറയാൻ. എന്നാൽ ആദർശത്തെ സ്വാർത്ഥമാക്കാൻ ശ്രീരാമചന്ദ്ര ഭഗവാനെ പോലെ ജീവിതത്തിൽ അഗ്നിപരീക്ഷകൾ നേരിട്ട, സത്യം മാത്രം കൈമുതലായി ഒഴിഞ്ഞുവെച്ച ജീവിതം ആസ്വദിച്ച അമ്മോ ഒന്നും പറയണ്ട. അതൊന്നും അറിയിക്കല്ലോ ഇപ്പോഴത്തെ സ്ഥിതി. ഈ ദേവലോകത്ത് വെച്ചാണ് ഈ കഥ ആരംഭിക്കുന്നത്. അതാ നോക്കൂ, ദേവലോകം എങ്ങനെ കാണുന്നത്. ദേവലോകം അമരാപുരി ദേവേന്ദ്ര രാജധാനി. അതിമനോഹരമായ ഞങ്ങൾ ഉഗ്ര സഹോദരനായ വിശ്വാമിത്ര മഹർഷിയുടെ വളർത്തുകുട്ടിമാരാണ്. ഞങ്ങളെ നിഷേധിച്ചാൽ, ഞങ്ങളുടെ അവകാശം നിഷേധിച്ചാൽ, അങ്ങനെ അവകാശങ്ങൾ നിരസിക്കുന്നതിൽ ഒരു ശക്തിയില്ല. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് കൊല്ലം തപസ്യ കലാസംഘത്തിന്റെ ശ്രീഭൂതവാദം എന്ന നൃത്തനാടകം അവതരിപ്പിക്കുവാൻ നിർവഹിക്കുന്ന ഉത്സവ കമ്മിറ്റി ഭാരവാഹികളോടുള്ള നന്ദി അറിയിക്കുന്നു. നൃത്തനാടകം കാണുവാനായി വന്ന് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും തപസ്യയുടെ നന്ദി അറിയിക്കുന്നു. നല്ല രീതിയിൽ ശബ്ദവും വിളിച്ചുകൊണ്ടുവന്ന് ഞങ്ങളോട് ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന അശ്വതി സൗണ്ടിനും ഇതിന്റെ അതിവിദഗ്ധരായ പ്രവർത്തകർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ഈ വേദിയിലേക്ക് പരിചയപ്പെടുത്തിയത് വിനോദ് പുളിക്കൻ, സർഗ പ്രോഗ്രാം ഏജൻസി, കുറവിലങ്ങാട്, പാല. ഫോൺ നമ്പർ 97 47 60 10 75. അടുത്ത വിലക്ക് നൃത്തനാടകം ആരംഭിക്കും. ഉദയദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനീ തുമ്പിക്കൈയിൽ മോദകം
ഉദയദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനെ കനകവിളക്കിൻ നിറദീപനാളത്തിൽ നിന്നും ആത്മാർപ്പണത്തിൻ തിരിയിട്ടൊരുക്കിയ മൺചിരാതൊന്ന് കൊടുക്കട്ടെ ഞങ്ങൾ. കേക്കണണ്ടടി നീ നമ്മുടെ മലങ്കാരി കോയിലിലെ ഭഗവതിയുടെ വേല പൊടിപൊടിക്കണ മേളം. നീങ്ങ കേക്കണല്ലേ ഉള്ളു ഏനെ ഭഗവതി വേല കാണുവാ മനതിലെ മനതില് എല്ലാ വേലയ്ക്കും നമ്മ പോകാറുള്ളതാ. ഇതാദിക്കടിശിയായിട്ടാ ഈ മുടക്കം. നീ പോയിക്കൊള്ളാനെ കൊണ്ട് നമ്മ പറഞ്ഞതല്ലേ. നീ എങ്ങനെ തീരെ പിടിച്ചിരിക്കും. കൊണ്ടുവരണമെന്നല്ലേ പറഞ്ഞിരുന്നത്? ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. മാൻകുട്ടിയല്ല, ഒരാൺകുട്ടിയെ തന്നെ. ഞാൻ സ്വപ്നത്തിൽ ദർശിച്ച അതേ പൊന്നുണ്ണി, സ്വപ്നത്തിൽ കണ്ട അതേ സഹസ്രകോടി സൂര്യപ്രഭ, കണ്ടത്തിൽ തങ്കപ്രഭാവമുള്ള മണികെട്ടിയ അതേ ഹാരം. ഞാൻ ഭാഗ്യവതിയാണ്. പേറ്റുന്നോ അറിയാതെ പ്രസവിക്കാതെ തന്നെ ഞാൻ അമ്മയായിരിക്കുന്നു. നിന്റെ മനം നൊന്തുള്ള പ്രാർത്ഥനകൾക്ക് പ്രപഞ്ചേശ്വരന്മാരേകിയ ഇഷ്ടവരദാനമാണ് നമുക്ക് ലഭിച്ച ഈ പൊന്നുണ്ണി. കാലവിളംബമില്ലാതെ കൊട്ടാരം ജ്യോത്സ്യനെ കണ്ട് മുഹൂർത്തം നിശ്ചയിച്ച് പേരിടിയിൽ കർമ്മം നടത്തണം. ആ ശുഭദിനം പന്തളം രാജ്യത്തിന് മഹോത്സവമാവട്ടെ.
പഞ്ചമി പക്ക് ചിങ്ങക്കൂറ് ശനിയാഴ്ച ഇടവലഗ്നം 12 സൂര്യനും ബുധനും. നമ്മൾ പോയപ്പോൾ മേളിലോട്ട് കയറിപ്പോയപ്പോൾ നല്ല പ്ലെയിനായിട്ട് കിടന്ന പാറയാണ്. ഇപ്പം നോക്കിയപ്പം ഇറങ്ങിപ്പോരും. അപ്പോൾ ഒരു സമയം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. 3 മണി കഴിഞ്ഞൊരു 20 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. രാവിലെ നല്ല നല്ല രീതിയിലാണ് വേസ്റ്റ്. പാറപ്പുറം തൊടുപുഴ ടൗണാണ്. എല്ലാവരും ഉറങ്ങി കിടക്കുന്ന സമയം. ഇപ്പം രാവിലെ അല്ലേ, രാവിലെ തൊറോപ്പാറ കുറേ ഇറങ്ങിയായിരുന്നു അമ്പലത്തിൽ നിന്ന്. സൗണ്ട് മൂടൽ പോലെ സൗണ്ട് ഇല്ല ശരിക്കും സംസാരിക്കാൻ. അത് ഞാനധികം സംസാരിക്കാത്ത എന്താ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള വഴിയാണേ, കയറി വന്ന വഴിയാണ് പാറയിലോട്ട്. ഇതുവരെ തന്നെ ഇറങ്ങിപ്പോവാം.